അമ്മയോടൊപ്പം 29-ാം ദിനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കൊച്ചു കാര്യം, മേരി ദ മദർ ഹു സഫേർഡ് വിത്ത് ജീസസ്. ഈശോയുടെ സഹനത്തിൽ അവനോടൊപ്പം പങ്കുചേർന്ന പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കും: യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മ നിന്നിരുന്നു. ഇത്രയും നിറഞ്ഞവരെ, ക്രിസ്തുവിൻ്റെ സഹനത്തിൽ അവൻ തനിയെയല്ല, അമ്മ കൂടി ഒപ്പമുണ്ട്. തൻ്റെ മകൻ്റെ സഹനത്തിൽ ഓടിപ്പോകാത്ത സാന്നിധ്യമായി പരിശുദ്ധ കന്യകാമറിയം ചേർന്ന് നിൽക്കുകയാണ്. അവളുടെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഹൃദയത്തിൽ കൂടി വാൾ കടന്നു പോകുന്ന അവസ്ഥയിലാണ് പരിശുദ്ധ കന്യകാമറിയം നിൽക്കുക. എന്നിട്ടും തൻ്റെ പുത്രൻ്റെ സഹനത്തിൽ അവനോട് ചേർന്ന് നിൽക്കാനായിട്ട് പരിശുദ്ധ കന്യകാമറിയം തയ്യാറാകുകയാണ്. കാരണം തൻ്റെ പുത്രനെ അവൾക്ക് ഓർമ്മിപ്പിക്കണം, നീ തനിയല്ല മകനെ, നിന്റെ സഹനത്തിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന്. പ്രിയം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം, സങ്കടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം, ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളിലൂടെ കടന്നു പോകാം, മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെ ചിലപ്പോൾ നിന്നു പോയേക്കാം. ഇങ്ങനെയൊക്കെ വരുന്ന അവസരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരിടമാണ് പരിശുദ്ധ കന്യകാമറിയം. അവളുടെ കരം പിടിച്ചാൽ, ജപമാല കരങ്ങളിൽ എടുത്താൽ പരിശുദ്ധ കന്യകാമറിയം നമ്മളോട് ചേർന്ന് നിൽക്കും. അവൾ പുത്രൻ്റെ സഹനത്തിൽ പങ്കുചേർന്നതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും സഹനത്തിൽ അവളും പങ്കുചേരും. പരിശുദ്ധ കന്യകാമറിയം വാക്കുകൊണ്ടല്ല, അവളുടെ സാന്നിധ്യം കൊണ്ടാണ് പുത്രനോടൊപ്പം ഉണ്ടായിരുന്നത്. വാക്കുകളൊന്നും പറയുന്നില്ല, മറിച്ച് സാന്നിധ്യം കൊണ്ട് പരിശുദ്ധ കന്യകാമറിയം തൻ്റെ പുത്രനോടൊപ്പമായിരുന്നു. അതുപോലെ ജപമാല കരങ്ങളെടുക്കുമ്പോൾ അവളുടെ സാന്നിധ്യം നമുക്കൊപ്പം ഉണ്ടാകും. നമ്മുടെ സഹനപർവം കടക്കുവാനായിട്ട് പരിശുദ്ധ കന്യകാമറിയം നമ്മളെ സഹായിക്കും. അപ്പോൾ സഹനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് തേടാം. ഉറപ്പായിട്ടും തൻ്റെ പുത്രനോട് അവൾ നമ്മുടെ കാര്യവും പറയും. അങ്ങനെ നമ്മുടെ സഹനങ്ങളെ അതിജീവിക്കുവാൻ, സങ്കടങ്ങളെ മറികടക്കുവാൻ, സന്തോഷകരമായ ജീവിതം നയിക്കുവാനൊക്കെ പരിശുദ്ധ കന്യകാമറിയം നമ്മളെ സഹായിക്കും. അങ്ങനെ മറിയത്തിൻ്റെ കരം നമുക്കും പിടിക്കാം. മറിയം നമുക്കായി മധ്യസ്ഥം വഹിക്കും. സങ്കടത്തിൽ, സഹനത്തിൽ നാം തനിയെയല്ല, ആശ്രയിക്കാവുന്ന ഒരു അഭയശില നമുക്കുണ്ട്. അതാണ് പരിശുദ്ധ കന്യകാമറിയം. അവളുടെ കരം പിടിച്ചുകൊണ്ട് നമുക്കും ഈ സഹനപർവത്തെ മറികടക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.